ഞാനിപ്പോൾ നിൽക്കുന്നത് കുട്ടിയെ കണ്ടെത്തിയ പ്രദേശത്താണ്. അതായത് കൃത്യമായി പറഞ്ഞാൽ അറപ്പുര വിളാകം എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ റെയിൽവേ ട്രാക്കുണ്ട്, അതിന് ഓപ്പോസിറ്റായിട്ട് ബ്രഹ്മോസിൻ്റെ മതിൽക്കെട്ടുണ്ട്. അവിടെ കാട് പിടിച്ച ഒരു സ്ഥലത്ത് ഒരു ഓടയിൽ നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത്. ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെയും ഉണ്ട്. വലിയ കാട് പിടിച്ച പ്രദേശമാണ്. നേരത്തെ സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞതുപോലെ തന്നെ വലിയ കാട് പിടിച്ച പ്രദേശമാണ്. ഇവിടെ രാവിലെ മുതൽ തന്നെ പോലീസ് സംഘം കൃത്യമായി പരിശോധന നടത്തി വരികയായിരുന്നു. പിന്നീട് ഈ കാട് പിടിച്ച സ്ഥലമായതുകൊണ്ട് തന്നെ ആകാശ ദൃശ്യങ്ങൾ ശേഖരിച്ചാൽ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ആകാശ ദൃശ്യങ്ങൾ ശേഖരിച്ചു വരുന്ന ഒരു നടപടി കൂടി നടത്തി വരികയായിരുന്നു. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇത്രയും ആഴമേറിയ ഈ ഓടയിൽ നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത്. ഇവിടെ കമഴ്ന്ന് കിടക്കുന്ന നിലയിലായിരുന്നു കണ്ടെത്തിയത്. മണ്ണന്തല പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥൻ ജനേഷാണ് ഈ കുട്ടിയെ കണ്ടെത്തിയത്. കൃത്യമായി തന്നെ പരിശോധന നടത്തി വന്നു. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഈ കാണുന്നത് ബ്രഹ്മോസ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ മതിൽക്കെട്ടാണ്. അതിന് തൊട്ട് താഴെ ആയിട്ടാണ് ഈ ഓട ഉള്ളത്. ഈ ഓടയ്ക്കകത്ത് നിന്നാണ് കണ്ടെത്തിയത്. എന്തായാലും ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നതനുസരിച്ച് ഇപ്പോൾ തട്ടിക്കൊണ്ടു പോയതാണെന്നോ അല്ലെങ്കിൽ കുട്ടി സ്വയം നടന്നു വന്നതാണോ എന്ന് പറയാൻ കഴിയില്ല. എങ്ങനെ കുട്ടി ഇവിടെ എത്തി, ഇത്രയും ആഴമേറിയ ഈ ഒരു പ്രദേശത്ത് ഈ ഒരു ഓടയിലേക്ക് കുട്ടി എങ്ങനെ എത്തി എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അതിനുള്ള വിദഗ്ധമായ പരിശോധന നടത്തി വരികയാണ്. ഡോഗ് സ്ക്വാഡ് അടക്കമുള്ള സംഘങ്ങൾ ഇവിടെ പരിശോധന നടത്തി പോയിട്ടുമുണ്ട്. എന്തായാലും ഇവിടെ നിന്ന് ഈ ഓടയിൽ നിന്ന് 4 മീറ്റർ അകലെയാണ് റെയിൽവേ ട്രാക്ക് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരിസരത്ത് കൂടി കുട്ടിയുടെ ടെന്റ് ഇവർ താമസിച്ചിരുന്ന ടെന്റിൽ നിന്ന് ഈ പ്രദേശത്തേക്ക് കുറച്ച് ദൂരമുണ്ട്. 1 കിലോമീറ്ററോളം ദൂരമുണ്ട്. അത്രയും ദൂരം കുട്ടി ഒറ്റയ്ക്ക് നടന്നു വരാൻ, ഈ പുലർച്ചെ സമയത്ത് ഒറ്റയ്ക്ക് നടന്നു വരാനുള്ള സാധ്യത വിരളമാണ്. അതിനൊപ്പം തന്നെ തട്ടിക്കൊണ്ട് പോയതാണോ എന്ന് കൂടി ഒരു സംശയം. അത് എന്തായാലും ഇപ്പോൾ സ്ഥിരീകരിക്കാനാകില്ല. കാരണം ഈ നാടോടി ദമ്പതികളുടെ കുട്ടിയാണ്. ഏതെങ്കിലും തരത്തിൽ തട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ അത് പണം ആവശ്യപ്പെടാനായിരിക്കണം. പക്ഷെ അങ്ങനെയൊന്നും ഒരു ലക്ഷ്യം ഈ ഇത് ഉണ്ടായതില്ല. നാടോടി സംഘത്തോട് ഇത്തരത്തിൽ പണം ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ബാർഗെയിൻ ചെയ്യുന്ന രീതിയൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ രീതിയിലൊന്നും തന്നെയും ഒരു സംശയം ഇല്ല. പക്ഷേ എങ്ങനെ കുട്ടി ഈ പ്രദേശത്തേക്ക് എത്തി, അത് തന്നെയാണ് സംശയമായി തുടരുന്നത്. എന്തായാലും കൃത്യമായ പരിശോധന പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി വരുന്നു. വരും മണിക്കൂറിൽ തന്നെ അത് എങ്ങനെ കുട്ടി ഇവിടേക്ക് എത്തി എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടാകുമെന്ന കാര്യമാണ്. സമീപത്തെ CCTV ദൃശ്യങ്ങളൊക്കെയും പരിശോധിക്കുന്നു. പക്ഷേ ആ റെയിൽവേ ട്രാക്ക് അല്ലെങ്കിൽ ഈ പരിസരത്തേക്ക് ഉള്ള CCTVകളൊന്നും കണ്ടെത്താനായിട്ടില്ല. പക്ഷേ അങ്ങനെ ഉള്ള CCTVകളിലും ആരെയും സംശയാസ്പദമായി ആരെങ്കിലും വരുന്നതോ അല്ലെങ്കിൽ കുട്ടി നടന്നു വരുന്നതോ ആയ ദൃശ്യങ്ങളൊന്നും കണ്ടെത്താനും ആയിട്ടില്ല എന്നുള്ളതും വെല്ലുവിളിയാണ്. എന്തായാലും ഡോഗ് സ്ക്വാഡ് അടക്കം പരിശോധിച്ച് പോയിട്ടുണ്ട്. ഇനി കണ്ടെത്താനുള്ളത് എങ്ങനെ കുട്ടി ഇവിടെ എത്തി എന്നുള്ള കാര്യം മാത്രമാണ്. എന്തായാലും ഈ കാര്യത്തിൽ വിദഗ്ധ പരിശോധന നടത്തി വരുന്നു. ഏറെ ആശ്വാസകരമായ വാർത്ത നേരത്തെ അനന്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ആശുപത്രിയിൽ നിന്നും വരുന്നുണ്ട്. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. അതിനൊപ്പം തന്നെ മറ്റു ഉപദ്രവങ്ങൾ, ശാരീരികമായ ഉപദ്രവങ്ങളൊന്നും ഏർപ്പെട്ടിട്ടുമില്ല എന്നുള്ള കാര്യം കൂടി വരുന്നുണ്ട്. ഈ പ്രദേശത്ത് ഇപ്പോൾ ആളുകളൊക്കെ തന്നെയും തടിച്ചു കൂടുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്രദേശവാസിയായ മുരളി എന്നുള്ള ആൾ നമ്മൾ ചേരേണ്ടത്. ചേട്ടാ, ഈ പ്രദേശം എങ്ങനെയാണ്? ആളുകളുടെ സഞ്ചാരമൊക്കെ ഉള്ള ഒരു പ്രദേശമാണോ? റെയിൽവേ ട്രാക്കാണ്. വേറെ ആവശ്യങ്ങളൊന്നും ഇല്ല. ഈ ഭാഗത്തുനിന്ന് അങ്ങനെ ആരും വരാറില്ല. പരിസരവാസി നമുക്കൊന്നും ഇവിടെ വരേണ്ടതില്ല. ഈ അമ്പലത്തിൽ വരുന്നതല്ലാതെ ഇവിടെ നിന്ന് നമുക്ക് നടന്നു വേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ആരും അങ്ങനെ ഇതുവഴി നടന്നു പോകാറൊന്നുമില്ല. നമ്മൾ ഈ അമ്പലത്തിൽ ഇങ്ങനെ ക്രോസ് ചെയ്ത് അർപ്പുള ക്ഷേത്രത്തിൽ വരുന്നതല്ലാതെ ഇവിടെ നടന്നു വേണ്ട കാര്യങ്ങളൊന്നും ആരും അങ്ങനെ വരാറുമില്ല. നിങ്ങൾക്കാരെ അറിയാലോ, ഇവിടെ ഒരു വേസ്റ്റ് പോലും ആരും വേസ്റ്റ് ഇട്ടൊക്കെ ഇട്ടാന്നല്ലേ അറിയാൻ പറ്റത്തുള്ളൂ. ആരും അങ്ങോട്ട് ഇങ്ങനെ വരേണ്ട ആവശ്യങ്ങളില്ല. ഞാൻ റോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിവിടുന്ന് ക്ഷേത്രത്തിൽ വന്നതല്ലാതെ വേറെ ഒരു ആവശ്യങ്ങളും ഇവിടെ ഇല്ല. ഈ കുട്ടിയുടെ കുടുംബം ഇതുവഴിയാണ് അടുത്തുള്ള കുളത്തിലേക്ക് കുളിക്കാൻ പോകുന്നത് എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല. അങ്ങനെ കുറേ ആൾക്കാർക്ക് ഇവിടെ വന്ന് ഈ ഒരു അലക്ക് കടവുണ്ട് ഇവിടെ. അപ്പോൾ അവിടെ വന്ന് അവരെ പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്യാറൊക്കെ വരാറുണ്ടെന്ന് പറയുന്നുണ്ട്. അല്ലാതെ അങ്ങനെ ഞങ്ങളൊന്നും ഇവിടെ വരാറേ ഇല്ല. ഇങ്ങോട്ട് ഈ ക്രോസ് ചെയ്ത് പോണതല്ലാതെ ഇങ്ങോട്ട് വരാറേ ഇല്ല. അതുപോലെ തന്നെ പ്രദേശം അവരുടെ അഭിപ്രായം അനുസരിച്ച് ഇതുവഴി അങ്ങനെ ആരും സഞ്ചാരപാതയായി ഉപയോഗിക്കുന്ന ഒരു പ്രദേശമല്ല. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. റെയിൽവേ ട്രാക്കാണ് ഈ പ്രദേശത്ത്. ആ പ്രദേശത്ത് ആണ് കുട്ടികൾ ഇവർ താമസിച്ചിരുന്ന പ്രദേശം. ഒരുപക്ഷെ വരികയാണെങ്കിൽ ഈ പ്രദേശത്ത് കൂടി ആയിരിക്കണം കടന്നു വന്നിട്ടുള്ളത്. നമുക്കറിയാം, വിജനമായ ഒരു പ്രദേശം ദൃശ്യങ്ങളിൽ കാണാം. വിജനമായ പ്രദേശമാണ്. ഈ പ്രദേശത്തൊക്കെയും കുട്ടിയെ കാണപ്പെട്ട പ്രദേശത്തൊക്കെ തന്നെയും വലിയ കാട് പിടിച്ച് കിടക്കുന്ന ഒരു പ്രദേശമാണ്. ബ്രഹ്മോസിന്റെ മതിൽക്കെട്ട് കാണാം. അങ്ങനെ വളരെ കാട് പിടിച്ച് കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഈ കുട്ടി ഒറ്റയ്ക്ക് നടന്നു വന്നെങ്കിൽ തന്നെ എന്തിന് ആ ഓടയിലേക്ക് അല്ലെങ്കിൽ ആ പ്രദേശത്തേക്ക് പോയി എന്ന കാര്യം സംശയമായി തുടരുന്നു. അല്ലെങ്കിൽ ആരെങ്കിലും എടുത്തുകൊണ്ട് വന്നതാണെങ്കിൽ അത് എന്തിന് എന്നുള്ള കാര്യം കൂടി ഇനി വ്യക്തമാകേണ്ടതുണ്ട്. എന്തായാലും വിദഗ്ധമായ പരിശോധന ഇപ്പോഴും പോലീസ് നടത്തി വരികയാണ്. ഡോഗ് സ്ക്വാഡ് അടക്കം ഇപ്പോഴും പലയിടങ്ങളിലും ഇവിടെ നിന്ന് ഡോഗ് സ്ക്വാഡ് അടക്കം പലയിടങ്ങളിലും പരിശോധന നടത്തി വരികയും ചെയ്യുന്നു. സമാന്തരമായി ഈ പ്രദേശങ്ങളിൽ ഏതെങ്കിലും ഒരു ക്യാമറയെങ്കിലും ഈ റെയിൽവേ ട്രാക്ക് കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ അവിടുത്തെ ദൃശ്യം കിട്ടുന്ന രീതിയിലുണ്ടെങ്കിൽ അവിടുത്തെ ദൃശ്യം കൂടി പരിശോധിച്ച് വരികയാണ്. അങ്ങനെ സമഗ്ര
സമഗ്രമായ പരിശോധന ഇപ്പോഴും നടത്തി വരുന്നു. ഏറ്റവും ആശ്വാസകരമായ വാർത്ത, കുട്ടിയെ സുരക്ഷിതമായി തന്നെ കണ്ടെത്താനായി. ഒരു ദേഹോപദ്രവം പോലും ഏൽപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഏറ്റിട്ടില്ല. സുരക്ഷിതമായി തുടരുന്നു സർക്കാർ സംവിധാനങ്ങൾ. എന്തായാലും ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ടു. കൃത്യമായി ഒരു വിദഗ്ധ ചികിത്സ തന്നെ ഉറപ്പാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം. ഇന്ന് രാത്രി കൂടി കുട്ടിയെ ആശുപത്രിയിൽ തുടരുമെന്നുള്ള കാര്യമാണ്. നിരീക്ഷണത്തിൽ തുടരാനാണ് വിദഗ്ധ ഡോക്ടർ സംഘം ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോഴും തുടരുന്ന ഒരു ദുരൂഹത, കുട്ടി എങ്ങനെ ഇവിടെ എത്തി, ആരെങ്കിലും കൊണ്ടുവന്നതാണോ അല്ലെങ്കിൽ ഇത്തരത്തിൽ നടന്നു വന്നതാണോ എന്ന കാര്യം ദുരൂഹമായി തന്നെ തുടരുകയാണ്. ആശ്വാസകരമായ വാർത്തകൾ വരുമ്പോഴും ആ ഒരു ദുരൂഹത ഇപ്പോഴും മായാതെ തുടരുന്നു. ഏറ്റവും പ്രധാനമായും പോലീസിന്റെ പഴുതടച്ചുള്ള അന്വേഷണം. നേരത്തെ രാവിലെ തന്നെ ഒരു മഞ്ഞ സ്കൂട്ടർ ഈ കഥയിൽ ഉണ്ടായിരുന്നു. പലരും മൊഴിയായൊക്കെ നൽകിയിരുന്നു. ഈ കുട്ടിയുടെ സഹോദരൻ തന്നെ മൊഴിയായി ഒരു മഞ്ഞ സ്കൂട്ടറിന്റെ കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ അത് സാധൂകരിക്കുന്ന തെളിവുകൾ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ദൃശ്യങ്ങളൊന്നും പോലീസിന് ശേഖരിക്കാനായില്ല. അതുകൊണ്ട് തന്നെ അതിന് പുറകെ പോയി സമയം കളയാതെ സമാന്തരമായി തന്നെ പോലീസിന്റെ ഒരു ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിൽ തന്നെയാണ് സമയബന്ധിതമായി കുട്ടിയെ സുരക്ഷിതമായി തന്നെ കണ്ടെത്താനായത് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ സിറ്റി പോലീസിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുണ്ട്. പോലീസ് കമ്മീഷണർ CH നാഗരാജുവിൻ്റെയും ഡെപ്യൂട്ടി കമ്മീഷണർ നിതിൻ രാജിൻ്റെയും നേതൃത്വത്തിൽ തന്നെ രാവിലെ മുതൽ വിശ്രമമില്ലാത്ത ഒരു പരിശ്രമം തന്നെയാണ് കുട്ടിയെ കണ്ടെത്താനായി നടത്തിക്കൊണ്ടിരുന്നത്.